ഹലോ ഗായ്സ്, വെൽക്കം ടു കുട്ടി സ്റ്റോറീസ് വിത്ത് അശ്വതി. നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിലെ സൂപ്പർ റിയാലിറ്റി എക്സ്പോ തുടങ്ങിയ കാര്യം നിങ്ങൾ എത്ര പേര് അറിഞ്ഞു? കാര്യം തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും എനിക്ക് പോകാനൊരു അവസരം കിട്ടിയത് ഇപ്പോഴായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അതായാലോ. ബാ പോയിട്ട് ഞങ്ങൾ രാത്രി ഒരു 8 മണിയോട് അടുപ്പിച്ചാട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് 100 രൂപയാണ് വരുന്നത്. അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ആനിമൽസിനെയും ബേഡ്സിനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത് കേട്ടോ. അതാണ് ഈ ഒറിജിനലിനേക്കാളും വെല്ലുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഓരോ ഫീച്ചേഴ്സും പ്രത്യേകമാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഇതിന് അടുത്ത് പോയി എല്ലാം സൂം ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈവൻ ആനിമലിൻ്റെ പല്ല് പോലും കണ്ടോ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടിരുന്നുണ്ടോ. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എക്സ്പോ ആട്ടോ അത്. അനിയത്തിയാണെങ്കിൽ വാവേനെ കൊണ്ടുവന്ന് അടുത്തിരുത്തി കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് റോബോട്ട്സിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ. നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ നയിക്കാൻ പോകുന്നത് ഈ റോബോട്ട്സുകളാണെന്നാണ് പറയുന്നത്. വാവയാണെങ്കിൽ നല്ല അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് പേടിയും ആകുന്നുണ്ടായിരുന്നു, അതോടൊപ്പം നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നേ. പിന്നീട് വേറൊരു ടൈപ്പ് റോബോട്ട് ഉണ്ടായിരുന്നു. അവൾ അതിന് കൈയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കൈയൊക്കെ വലിച്ചെടുത്തു. ആർക്കും വല്ലാതെ പേടിയായി. കുട്ടികൾക്കൊക്കെ റോബോട്ടിക് സാങ്കേതിക വിദ്യകളെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള പറ്റിയൊരവസരം കൂടിയാട്ടോ ഇത്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ഡോം തിയേറ്ററിലിട്ടായിരുന്നേ. തുടക്കത്തിൽ ഇത് കണ്ട് കുറച്ച് ഭയന്നെങ്കിലും പിന്നീട് നല്ല രസമായിരുന്നു. ശരിക്കും നമ്മളും ആ വീഡിയോസിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മളെ തൊട്ടുതലോടി പോകുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത് നിൽക്കുന്ന ആളെ പിടിച്ചു നിന്നില്ലെങ്കിൽ ഇതേ നമ്മളിപ്പോൾ താഴെ വീഴ് എന്ന് വരെ തോന്നിപ്പോയിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണ് പോണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കടകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു. കുറേ പഴയകാല മിഠായി കടകളൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.